ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണേ. കഴിഞ്ഞ ദിവസം നമ്മൾ പോയ എൻഗേജ്മെൻറ്റിൻ്റെ ആ ചേട്ടായുടെ, അതായത് എൻ്റെ സ്വന്തം ജിതിൻ ചേട്ടായുടെ കല്യാണമാണ് ഇന്ന്. അപ്പോൾ കല്യാണത്തിന് പോകാനായിട്ടാണ് ഒരുങ്ങുന്നത്. കല്യാണം നടക്കുന്നത് മുണ്ടക്കയം CSI ചേർച്ചിൽ വെച്ചിട്ടാണ്. അപ്പോൾ പോകാനായിട്ട് ആദ്യം തന്നെ ഞാൻ പ്രൈമർ ഇട്ട് കൊടുത്തു, അതിനുശേഷം സൺസ്ക്രീൻ ഇട്ടു. കഴിഞ്ഞ തവണ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഓർപ്പിച്ച പ്രകാരമാണ് ഞാനിപ്പം സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നത്. കഴുത്തിലും കയ്യിലും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് BB ക്രീം ഇട്ട് കൊടുക്കുവാണേ. BB ക്രീം ഇട്ട് കൊടുത്തു. അത് ഇന്നലെ ഞാൻ പോയി ത്രെഡിങ്ങും ക്ലീനപ്പും അതുപോലെ തന്നെ ഡീറ്റാൻ ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മുഖത്തൊരു കുരു ഉണ്ടായിരുന്നത് പൊട്ടിച്ച് കളഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അത് ഫുള്ളൊന്ന് കവർ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെ ഓർത്തു ഇച്ചിരി നാച്ചുറലായിട്ടിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് അതിനെ ഞാൻ അവിടെ തന്നെ നിർത്തി. ബ്ലഷ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുവാണേ. ഇതൊക്കെ എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ മേക്കപ്പിൻ്റെ ഒക്കെ കാര്യത്തിൽ വളരെ പുറകോട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പോലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആകപ്പാടെ വേണ്ടത് ENYBയുടെ ഓൾ ഐ നീഡ് മേക്കപ്പ് കിറ്റ് മാത്രമാണ്. പിന്നെ ലിപ്സിൽ ലിപ് ബാം ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കണ്ണെഴുതുന്നുണ്ട്. അതിനുശേഷം മസ്കാര എടുത്തപ്പോഴത്തേക്കാണ് അറിയുന്നത് മസ്കാര ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ കോണ്ടാക്ട് ലെൻസിൻ്റെ കുറച്ച് ലിക്വിഡ് ഇവിടെ ഉണ്ടായിരുന്നത് അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാര്യം ഞാൻ ലെൻസ് ഉപയോഗിക്കത്തില്ലെങ്കിലും ഞാൻ പണ്ടെപ്പോഴോ ഉപയോഗിക്കണം എന്ന് ആലോചിച്ച് വാങ്ങിച്ചു വെച്ച ഒരു സംഗതി. എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു ലെൻസ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കഴിഞ്ഞൊരു കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ച കോണ്ടാക്ട് ലെൻസിൻ്റെ ലിക്വിഡാണ് ഞാനിപ്പം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് കൊണ്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മേക്കപ്പ് കിറ്റിലുണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ ചുണ്ടിൽ ഫുള്ള് കവറേജ് കൊടുത്തു. അങ്ങനെ എൻ്റെ മേക്കപ്പ് ഒരുമാതിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ പരിപാടി സ്പ്രേ ചെയ്ത് മേക്കപ്പ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണേ. പിന്നെ അതെല്ലാം എടുത്ത് അടുക്കി പിറക്കിയൊക്കെ വെച്ച്, കാരണം ചെറിയൊരു നീറ്റിലുണ്ട്. പിന്നെ അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം സാരി ഉടുക്കാനായിട്ട് പോയി. ഇങ്ങനെ ഞാൻ ഓപ്പൺ പല്ലുമായിട്ടാണ് സാരി ഉടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ട് തോന്നി. പക്ഷേ ഞാൻ ഈ സാരിയുടെ തുമ്പെടുത്ത് ഇങ്ങനെ എടുത്ത് പിടിക്കുന്നൊരു സ്വഭാവം, അതായത് പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയം മുതലേ ഇങ്ങനെ കുത്തി വെച്ചാൽ പോലും അതിൻ്റെ പ്ലീറ്റ്സ് കയ്യിലെടുത്ത് പിടിക്കുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒന്നും താഴെ വീഴത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയി. അത്യാവശ്യം നല്ല ലെങ്ത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമെങ്കിൽ